ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷീജാസ് വ്ലോഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 ലിറ്റർ മിൽക്ക്, 250 ഗ്രാം മിൽക്ക് പൗഡർ, 350 ഗ്രാം ഷുഗർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാം. ഇതിന് ഞാനൊരു പാൻ ഇപ്പോൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓണാക്കി പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ലിറ്റർ പാലാണ് ഈ ഒഴിക്കുന്നത്. 1 ലിറ്റർ പാല് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ശ്രദ്ധിച്ചോണം, പാല് തീ കൂടുതൽ വെച്ചിട്ട് പാല് തിളപ്പിക്കരുത്. തീ കുറച്ച് വെച്ച് തന്നെ പാല് സമയമെടുത്ത് വെന്ത് വരണം. പെട്ടെന്ന് ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് തീ തീരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് പതുക്കെ ചൂടാക്കി എടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. അപ്പം പാല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് പാൽ ചൂടായിട്ട് മിൽക്ക് പൗഡർ ഇട്ട് കഴിയുമ്പോൾ അത് കട്ട കെട്ടാതെ കണ്ട് നമുക്ക് എല്ലാം ആ പാലിനകത്ത് തന്നെ മിക്സായി കിട്ടും. കട്ട കെട്ടാതെ കണ്ട് ഇളക്കട്ടെ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇളക്കി അതിനകത്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇനി ഇതിപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതിനി 1/2 ലിറ്റർ ആവുന്നിടം വരെ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇളക്കി തീ കൂട്ടി വെക്കുകയേ ചെയ്യരുത്. ചെറിയ തീയിൽ ഇളക്കി, എത്രമാത്രം ചെറിയ തീയിൽ ഇളക്കി ഇത് വറ്റിച്ച് നന്നായി വറ്റിച്ചെടുക്കാമോ അത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിന്. ഇത് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ കട്ടകളെല്ലാം മിൽക്ക് പൗഡറെല്ലാം ആ പാലിനകത്ത് ലയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നതുകൊണ്ടാണ് ആ സൈഡിലെല്ലാം അങ്ങനെ പിടിക്കുന്നത്. നന്നായിട്ട് കുറുകി വരട്ടെ. അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 350 ഗ്രാമാണ് ഷുഗർ. 1 ലിറ്റർ മിൽക്കിന് 350 ഗ്രാം ഷുഗർ വേണം. അതിനി അതെല്ലാം ആ മിൽക്കിനകത്ത് ലയിച്ച് വരട്ടെ. നന്നായി ഇളക്കി കൊടുക്കണം. പാത്രത്തിനടിയിൽ പിടിക്കരുത്. അത് ഇളക്കി യോജിപ്പിച്ച് തന്നെ അത് ഈ ഷുഗറെല്ലാം അത് ലയിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിയാൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകളൊക്കെ കാണും. അതൊന്നും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണിത്. കുട്ടികൾക്കാണെങ്കിൽ ബ്രെഡിനകത്തും ചപ്പാത്തിക്കകത്തൊക്കെ തേച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇതാണ്. പിന്നീട് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യാം. വിവിധ തരം ഷേക്കുകൾ ഉണ്ടാക്കാം. പിന്നെന്താ ഐസ്ക്രീം ഉണ്ടാക്കാം. ഇങ്ങനെ പല ഉപയോഗമുണ്ട്. നമ്മളിത് അല്പനേരം ഒന്ന് മെനക്കെട്ടിത് തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അതേസമയം കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എടുത്ത് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഇനി പോരും. ഞാൻ വാങ്ങില്ല. ഞാനിപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂണാണ്
2 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും ഇത് കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് കട്ടിയാവുന്ന ഒരു ഐറ്റം അത്. ചൂട് പാലിനകത്തോട്ടിട്ട് അതിൻ്റെ കട്ടയൊന്നും വരാതെ കൊണ്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഇനി അധിക സമയമൊന്നും വേണ്ട. ഇനി പെട്ടെന്നാണ്. ഇപ്പം തന്നെ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സായിട്ട് ആ സൈഡിലൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വറ്റിയത് കൊണ്ടാണ് അത് സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് കുറുകിയിട്ടുണ്ട്, ഒരു പരുവം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് നന്നായിട്ട് അങ്ങ് വെന്തോളും. വേകുകയും ചെയ്യും, നന്നായിട്ട് വറ്റി വരികയും ചെയ്യും. പാത്രത്തിന് നല്ല ചൂടല്ലേ. ഇനി നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിത് ഇറക്കുകയാണ്. ഞാനിപ്പോൾ ടേബിളെ കൊണ്ടുവച്ചിട്ടുണ്ട്. ടേബിളെ വെച്ചാണ് ഈ ഇളക്കുന്നത്. ഈ പാത്രം കണ്ടേ, ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പം ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടാണ് ഇരുന്നത്. നമ്മൾ ഇത്രയും തിക്കല്ലായിരുന്നല്ലോ ആദ്യമേ. നോക്കിയേ, ഇപ്പം നോക്ക്, നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേപോലെ തന്നെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കുന്ന പാത്രം നമ്മൾ കൈകൊണ്ട് തൊടുമ്പോഴായാലും പാത്രം നന്നായിട്ട് തണുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് തണുത്താലും ഇത് കുറച്ച് സമയം കഴിയണം. അത് പൂർണ്ണമായി തണുക്കുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുവരെ നമ്മൾ ഇങ്ങോട്ട് മാറാനൊന്നും പാടില്ല. തണുത്ത് കഴിഞ്ഞു. ഇനി ഞാനിതൊരു ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ എൻ്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇത് ഇത്രയും ഒരുമിച്ച് അവനങ്ങ് കുടിക്കുമെന്ന്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നാലും പൊട്ടിക്കുമ്പം തന്നെ അവനങ്ങ് കുടിക്കുമെന്ന്. അതിന് ശേഷമേ പായസത്തിനകത്ത് ചേർക്കാൻ തരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ്. അപ്പോൾ നോക്ക്, 1 ലിറ്റർ പാല് കൊണ്ട് നമ്മൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. 1 ലിറ്റർ പാല് നമ്മൾ 1/2 ലിറ്റർ ആക്കിയെങ്കിലും പിന്നീട് അതിനകത്ത് 350 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് 250 ഗ്രാം മിൽക്ക് പൗഡർ ആഡ് ചെയ്തു. അതിൻ്റെയും കൂടെ ക്വാണ്ടിറ്റി കൂടും. അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. നോക്കിക്കേ, എത്ര രൂപ കൊടുത്താൽ കിട്ടും ഇത്രയും സാധനം നമുക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഷീജാസ് ബ്ലോഗ്.